ഓർമ്മകൾക്കു മുമ്പിൽ രണ്ടിറ്റു കണ്ണുനീർ. മജീദ് പുത്തൂർ എഴുതുന്നു. ശബ്ദാവിഷ്കാരം ജലീൽ മടവൂർ, KMIC. അമ്പലക്കണ്ടിയിലെ കൂട്ടാത്തൊടുക മുഹമ്മദിന്റെ പൊന്നോമന പുത്രൻ KTC അബ്ദുൽ ഖാദർ. ആദർശത്തിന്റെ ബലിക്കലിൽ ശിരസ് നമിച്ച ധീര രക്തസാക്ഷി. പ്രസ്ഥാന വൈരികളുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് പിടഞ്ഞു വീണ ധർമ്മത്യാഗി. ആ യുവചേതനയുടെ ഓർമ്മകൾക്കു മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വിതുമ്പുന്ന ഹൃദയവുമായി വിറയാർന്ന കൈകളാൽ വേദനയുടെ നാലക്ഷരം കുറിക്കുകയാണിവിടെ. മനം പൊട്ടിയുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം ആ കർമ്മകുശലന്റെ വേർപാടിനു മുമ്പിൽ ചുടുനിളമണമുള്ള രണ്ടിറ്റു കണ്ണുനീർ പൊഴിക്കുന്നു. 23 വർഷം മുമ്പ് ഇതുപോലൊരു നോമ്പും പെരുന്നാളും കഴിഞ്ഞ ശേഷം സിറാജ് ദിനപത്രത്തിലെഴുതിയ വേദനയിൽ ചാലിച്ച ഈ കണ്ണീർ വാചകങ്ങൾ മനസ്സിലിന്നും തത്തിക്കളിക്കുകയാണ്. അതിനു മുമ്പും ശേഷവും അത്തരമൊരു അക്ഷരങ്ങൾ ഞാൻ ദർശിച്ചിട്ടില്ല. വായിച്ച പലരും കരഞ്ഞുപോയതായി അന്നെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓമശ്ശേരി ടൗണിൽ ആയിരങ്ങൾ അണിചേർന്ന പ്രതിഷേധ റാലിയിൽ സ്വാഗതം പറഞ്ഞ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. കേട്ടുനിന്നവർ പലരും കരഞ്ഞതും ഞാൻ കണ്ടിട്ടുണ്ട്. ജുനൈദ് നിർമ്മലനെന്ന് നാം വിളിക്കുന്നു. അഖ്ലാഖ് നിരപരാധിയെന്ന് നാം പറയുന്നു. ഫൈസൽ നിർദ്രോഹിയെന്ന് നാം പരിചയപ്പെടുന്നു. റിയാസ് മുസ്ലിയാർ നിഷ്കാമകർമ്മിയായ ദീനീ സേവകനെന്ന് നാം അടയാളപ്പെടുത്തുന്നു. എന്നാൽ അതിനേക്കാളേറെ ഉച്ചിയിലായിരുന്നു അബ്ദുൽ ഖാദർ. ഖാദർ ആരെയും ദ്രോഹിക്കാത്തവനായിരുന്നു. ആരോടും പകയില്ലാത്ത വിശാല മനസ്കനായിരുന്നു. നിഷ്കളങ്കനായ ദീനീ സേവകനായിരുന്നു. ആർദ്രതയുള്ള മനസ്സിനുടമയായിരുന്നു. നിർധന കുടുംബത്തിന്റെ അവലംബമായിരുന്നു. ഒരു കാലഘട്ടം വരുമെന്നാണല്ലോ കൊന്നവനും കൊല്ലപ്പെട്ടവനും അറിയില്ല എന്തിനീ കൃത്യം ചെയ്തു എന്ന്. അങ്ങനെയുള്ള കാലത്തിന്റെ തുടക്കമായിരുന്നോ അബ്ദുൽ ഖാദർ വധം? ഖാദർ വല്ല അപരാധവും ചെയ്തതായി അന്നും ഇന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഖാദർ നെഞ്ചേറ്റിയ ആശയധാരയെ തല്ലിക്കെടുത്താനായിരുന്നോ ഇത് ചെയ്തത്? അതും നടന്നില്ല. 10 മടങ്ങ് ശക്തിയോടെ ആ പ്രകാശധാര ഇവിടെ ജ്വലിച്ചു നിൽക്കുകയാണ്. നിരപരാധികൾ വേട്ടയാടപ്പെടുന്നതിൽ നാം വിലാപം കൊള്ളുന്നില്ലേ? ഇരട്ടനീതിക്കെതിരെ നാം ജാഥ നയിക്കുന്നില്ലേ? കുറ്റവാളികൾ രക്ഷപ്പെടുന്നതായി നാം രൂക്ഷഭാവം നടിക്കുന്നില്ലേ? അബ്ദുൽ ഖാദർ സംഭവം ഇതെല്ലാത്തിന്റെയും ഗതകാല ഉദാഹരണമാണ്. നീതി ഒരു മരീചികയായി മാറി. 1994 മാർച്ച് 17 ആ ദുഃഖസംഭവം അരങ്ങേറിയത്. ഇതുപോലൊരു ശവ്വാൽ തുടക്കത്തിൽ കൊടിതോരണം സംബന്ധമായി അമ്പലക്കണ്ടിയിൽ ചില്ലറ കശപിശയുണ്ടായിരുന്നു. നിസ്സാരമായ പ്രശ്നം. തുടർന്ന് ഓമശ്ശേരിയിലും ചില അസ്വാരസ്യങ്ങളുണ്ടായി. ഖാദറോ വിനീതനോ അതിൽ കക്ഷിയല്ല. ഖാദർ തലശ്ശേരി ഭാഗത്ത് ഒരു മദ്രസ അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. ഇടവേളകളിൽ മാത്രം നാട്ടിലെത്തുന്നു. ഓമശ്ശേരി ഭാഗത്തെ ഒരു സംഘാടകൻ എന്ന കുറ്റമേ എനിക്കുള്ളൂ. എന്നാലും എന്നെ തേടി അവർ പുത്തൂരിലെത്തി. വൈകുന്നേര സമയമാണ്. വിവരമറിഞ്ഞ് എന്റെ മൂത്ത ജ്യേഷ്ഠനും മറ്റും അവിടെയെത്തി. അവരെ കണ്ട മാത്രയിൽ വന്നവർ ജീപ്പിൽ കയറി സ്ഥലം വിട്ടു. അന്നു രാത്രി അവർ ഇരയെ തേടി അമ്പലക്കണ്ടിയിൽ തമ്പടിച്ചു. ഓമശ്ശേരിയിൽ ബസ്സിറങ്ങി താഴെ ഓമശ്ശേരിയിൽ നിന്നും വയൽവരമ്പിലൂടെ കുമ്പളോട്ട് നടയിൽ റോഡിൽ വന്ന് കയറിയ ഖാദർ ആ ഹതഭാഗ്യനായി മാറി. ഓടിക്കൂടിയ ഘാതകർ ഖാദറിനെ നേരിട്ട രംഗം വിവരണാതീതമാണ്. അടിച്ചും തൊഴിച്ചും റോഡിലൂടെ വലിച്ചിഴച്ചും ഒടുവിൽ നിലത്തുകിടത്തി മൂർച്ചയില്ലാത്ത പിരിക്കമ്പി തലയിൽ അടിച്ചു കയറ്റിയും അവരാ കൃത്യം നിർവഹിച്ചു. ജീവനുവേണ്ടി ദാഹിച്ച ആ യുവാവിന് ചുറ്റും ആർത്തട്ടഹസിച്ച ക്രൂരത ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. തുടർന്ന് 4-5 ദിവസം മെഡിക്കൽ കോളേജിന്റെ 11-ാം വാർഡിൽ ബോധരഹിതനായി ഖാദർ കിടന്ന രംഗം ഹൃദയഭേദകമായിരുന്നു. കൈകാലുകൾ കട്ടിലിൽ ബന്ധനസ്ഥനായി കിടന്ന അബ്ദുൽ ഖാദർ ബോധം തിരിച്ചു വന്നപ്പോഴൊക്കെ ഖുർആനിന്റെയും ദിക്റിന്റെയും മന്ത്രധ്വനി ഉരുവിട്ടത് ഖാദറിന്റെ സച്ചരിത പാതയെ സാക്ഷ്യപ്പെടുത്തുന്നതായി മാറി. ഖാദറും മറ്റും നിരപരാധികളാണെന്നത് പടച്ചവൻ സാക്ഷിയാണ്. സംഭവശേഷം കൊടുത്ത കൗണ്ടർ കേസിൽ ഈ വിനീതൻ 1-ാം പ്രതിയായിരുന്നു. കൊടുവള്ളി സ്റ്റേഷനിൽ വെച്ച് SIയും CIയും DYSPയും എന്നെ ചോദ്യം ചെയ്തതിൽ നിരപരാധിത്വം അവർക്ക് ബോധ്യമായതാണ്. ഖാദറും പ്രതിപ്പട്ടികയിലുണ്ട്. പക്ഷേ 4 ദിവസത്തിനകം അവൻ നാഥന്റെ കോടതിയിലേക്ക് യാത്രയായി. ഖാദറിന് ശേഷവും നീട്ടിക്കിട്ടിയ ആയുസ്സുമായി 23 വർഷം പിന്നിടുകയാണ്. പ്രസ്ഥാനത്തിന്റെ വിനീത വിധേയനായി, പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ. ഖാദർ കടന്നുപോയ വിശ്വാസധാരയിലൂടെ നമുക്കും മുന്നേറണം. ഒരു കണക്കിന് ഖാദർ ഭാഗ്യവാനാണ്. എത്രയെത്ര നല്ല മനുഷ്യരാണ് അവനുവേണ്ടി മനം നൊന്ത് പ്രാർത്ഥിച്ചത്. കണക്കറ്റ ഖുർആൻ പാരായണമാണ് അവനുവേണ്ടി സംഘടിപ്പിച്ചത്. ഇന്നും ധർമ്മവാഹകരുടെ സംഗമവേദികളിൽ അവനായി പ്രാർത്ഥന തുടരുന്നു.
നാഥ, ഉമറിന്റെ, ബിലാലിന്റെ, ജഅഫറിന്റെ റളിയല്ലാഹു അൻഹും കൂടെ അബ്ദുൽ ഖാദറിനെയും ചേർക്കണേ. ഖാദറിനോടൊപ്പം ഞങ്ങളെയും സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ.